ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് ഞാനിത് ഉണ്ടാക്കി വെച്ചേക്കാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എളുപ്പത്തിന് ഉണ്ടാക്കാം. നമ്മൾ ഇരുമ്പ് ചീഞ്ചട്ടി ഇല്ലയെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ഞാനിപ്പോൾ ഇരുമ്പ് ചീഞ്ചട്ടിക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് കാണിക്കണതാണ് ഇത്. ഇതാണെങ്കിൽ ഇങ്ങനെ ഈ പരുവത്തിലായിട്ട് നമുക്ക് കൈ കൊണ്ട് എടുത്തിട്ട് ഇതിങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ഈ പരുവത്തിൽ ഞാൻ ഉണ്ടാക്കിയത്. ലൂസാക്കണമെങ്കിൽ ഇച്ചിരി ലൂസാക്കിയിട്ട് തല തേച്ചാൽ മതി. തലമുടി വെളുത്ത മുടി കറക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. 2-3 പ്രാവശ്യം തേക്കണം കേട്ടോ. ആദ്യത്തെ ഉപയോഗത്തിൽ കറുത്ത് വരത്തില്ല കേട്ടോ. 2-3 പ്രാവശ്യം അടുപ്പിച്ച് തേക്കണം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ തേക്കുകയാണെങ്കിൽ നല്ല പോലെ മുടി നല്ല കറുത്തും വരും. നല്ല മുടിക്ക് നല്ല ഗ്രോത്തും നല്ല കട്ടിയും വയ്ക്കും. മുടി നമുക്ക് അഴിച്ചിടുമ്പോഴത്തേനും നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോയാലോ. പാത്രം അടുപ്പത്തേക്ക് ആദ്യം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇളക്കാനുള്ള തവി ആദ്യം എടുത്ത് വെച്ച ഇതിലേക്ക് 2 വലിയ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. നല്ല പോലെ തിളക്കട്ടെ. കാപ്പി തിളച്ച് നല്ല കളറായിട്ടുണ്ടതേ. ഇതിലേക്ക് നമുക്ക് ഈ സ്പൂണിന് 1 സ്പൂൺ മൈലാഞ്ചിപ്പൊടി ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് തന്നെ ഇടുവാണെങ്കിൽ അങ്ങ് വേഗം അലുത്തോളും. നമ്മൾ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ കലക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കലക്കുവാണെങ്കിൽ വേഗം പൊടിയങ്ങ് അലിക്കും. അല്ലെങ്കിൽ പിന്നെ പച്ചവെള്ളമാണെങ്കിൽ എന്ത് വെള്ളം ഉണ്ടാക്കിയതാണെങ്കിലും തണുത്ത് പോയതാണെങ്കിൽ അത് താമസിക്കും. അത് തിളച്ചങ്ങ് കുറുകുമ്പോഴത്തേനും നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുമിച്ചിട്ടില്ല. ഇതിലേക്ക് നമ്മുടെ കയ്യുണ്ണിയത്തിൻ്റെ പൊടിയാണ്. കയ്യുണ്ണിയും ഇതിൻ്റെ പച്ച തന്നെ അരച്ച് എടുത്താൽ തന്നെ നല്ല കളറാണ്. പച്ച നിങ്ങൾ പറിച്ച് അരച്ച് നോക്കിക്കോ. അരച്ച് കഴിയുമ്പോഴത്തേന് അതിന് കറുത്ത കളറായിട്ട് വരും. ഇതും 1 സ്പൂൺ. നമ്മുടെ മുടിയുടെ അനുസരിച്ച് കേട്ടോ. ഇതിങ്ങനെ മുടി മുഴുവനും തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ മുടി നല്ല ഗ്രോത്തിൽ വളരുകയും ചെയ്യും. നല്ലത് ഇപ്പോൾ തന്നെ നല്ല കളറിൽ നമുക്ക് കണ്ടോ. ഇനി ഇത് കുറുക്കി നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടെ വേഗം കറുത്ത കളറാകും. നമുക്കിടെ മുടിയിൽ ഈ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കണതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇരുമ്പ് സത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുടി നല്ലപോലെ വളരാനും നല്ല കരിക്കട്ട കളറാവാനും. ഇനി നമുക്കത് തീ കടത്തി വയ്ക്കാം. ഇനി ഒരു 3-4 മണിക്കൂർ ഇതിനകത്ത് ഇരിക്കട്ടെ കേട്ടോ. വേറെ ഒരു സാധനം ചേർത്തിട്ടില്ല. കയ്യുണ്ണിയും മൈലാഞ്ചിപ്പൊടി മാത്രമേ ഉള്ളൂ. കണ്ടോ നല്ല കറുപ്പല്ലേ നോക്ക്. ഇനി ഇത് തണുത്ത് നമുക്കൊരു മൂടി വയ്ക്കാം. ഒരു 4 മണിക്കൂർ കഴിയട്ടെ. നമ്മുടെ ഈ ഹെയർ ഡൈ നല്ല പാകത്തിനായിട്ടുണ്ട്.
ഇനി ലൂസാക്കിയിട്ട് തല തേക്കേണ്ടവർക്ക് ഇച്ചിരി ചായവെള്ളം ഒഴിച്ച് ലൂസാക്കാം കേട്ടോ. ഇത് ഇങ്ങനെ എടുത്ത് തേക്കണമായിരിക്കും നല്ലത്. കൈ കൊണ്ട് എടുത്ത് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കാൻ എളുപ്പമുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവരും. ഞാൻ അത് വേറെ ഒന്നും ചേർത്തതല്ല, നിങ്ങൾ കണ്ടതല്ലേ. എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഒന്നാന്തര ഹെയർ ഡൈ 70 വയസ്സായവർക്ക് പോലും തലമുടി നല്ല കട്ട കറുപ്പാക്കാൻ പറ്റും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.